മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹസാഫല്യത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകളുണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നത്. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ഭക്തരെ, ജീവിതം പലപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നതുവരെ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ സമയം കിട്ടി എന്ന് വരില്ല. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വരണം എന്നാഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. ഭക്തരെ, നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത്. കാരണം തിരിച്ച് ഇറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വന്നേക്കും. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണങ്ങാൻ അത് പ്രാപ്തമാകണമെന്നില്ല. ഭക്തരെ, ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളായിരിക്കും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങളുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നിങ്ങളോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. തിന്മകളിലൂടെ നടന്നു നീങ്ങുകയും മറ്റുള്ളവരോട് നന്മകളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് തികഞ്ഞ കാപട്യമാണ്. നിങ്ങൾക്കുണ്ടായ വീഴ്ചകളിൽ പലതും കണ്ണ് കാണാത്തത് കൊണ്ടാകില്ല, മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാകും. ഭക്തരെ, സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.